ഹേ ഹലോ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അപ്പോൾ എന്നെപ്പോലെ നിങ്ങൾക്കും ഡ്രീംസ് ഉള്ള ആൾക്കാരാണോ? എങ്ങനെയുണ്ട്, എങ്ങനെ പോകുന്നു നിങ്ങളുടെ ഡ്രീംസിലോട്ടുള്ള ജേണിയൊക്കെ? എൻ്റെ പറയാമല്ലോ, സത്യത്തിൽ നല്ല പാടാണ്. ഇപ്പോൾ ഒരു ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് എടുത്ത് പുറത്ത് വന്ന് ജോലി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ തടസ്സങ്ങൾ നേരിടുന്ന ഒരു ഫീൽഡാണ്. ഇപ്പോൾ ഞാൻ ആദ്യം സർട്ടിഫിക്കറ്റ് എടുത്ത് വിചാരിച്ചു, സർട്ടിഫിക്കറ്റ് എടുത്തു, ഇനിയിപ്പോൾ ജോലിയൊക്കെ ഓക്കെ ആയിരിക്കും, എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴും ഈ മഴ പെയ്യുന്ന പോലെയാണ് ഓരോരോ തടസ്സങ്ങൾ വന്ന് വീഴുന്നത്. സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെ കുറേ എക്സാം സെൻറ്റേഴ്സ്, അങ്ങനെ കുറേ ചാലഞ്ചസ് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ഡ്രീംസ് ഉള്ള ഒരുപാട് പേരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. സത്യം പറഞ്ഞാൽ ഡ്രീംസ് അച്ചീവ് ചെയ്യുക, അതായത് ആൺകുട്ടികളെ സംബന്ധിച്ച് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷെ പെൺകുട്ടികളെ സംബന്ധിച്ച് ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് എത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ സൊസൈറ്റി തന്നെ കാണുന്നതായിരിക്കും, നീ പെങ്കൊച്ചല്ലേ, വീട്ടിൽ അടങ്ങി ഒഴിഞ്ഞിരിക്കേണ്ട ഒരാളാണ്, അങ്ങനെയുള്ള രീതിക്കായിരിക്കും നമ്മളെ കാണുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഡ്രീമും നമുക്ക് ഇന്ന ഗോൾസ് അച്ചീവ് ചെയ്യണമെന്നും നമുക്ക് ഇന്ന ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യണമെന്നും ഉള്ള ആ ഒരു ആഗ്രഹങ്ങളൊക്കെ അത് നേടിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ ഈ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് ഫൈറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എന്ത് വന്നാലും ഡ്രീംസ് ഒന്നും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പം നിൽക്കുന്നത് ജർമ്മനിയിലാണ്. ജർമ്മനിയിൽ ഇപ്പോൾ അത്യാവശ്യം ഒരു നല്ല ജോബ് പൊസിഷനിലാണ്. പക്ഷെ എനിക്കും ഡ്രീംസ് ഉണ്ട്, ഞാനും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ വന്നത്, നിങ്ങളും ഡ്രീംസ് ഉള്ള ഓരോരുത്തരാണെങ്കിൽ അതിൽ നിന്ന് ക്വിറ്റ് ചെയ്യാതെ എന്താ പറയുക, അതിനെ പിന്തുടർന്ന് പോയി എന്താ പറയുക, ഡ്രീംസിലോട്ട് എത്തുക. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.